ടീം യു ഡി എഫ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ടീം KPCC എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ടീം KPCCയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, എല്ലായിടത്തും വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ക്രെഡിറ്റ് അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന കുറേ ഊച്ചാളികളുണ്ട്. ആ വ്യാളി സംഘത്തിനകത്തേക്ക് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കൂടെ പെട്ടുപോകുന്ന ദൗർഭാഗ്യകരമായ കാഴ്ചയായി. 10-20 വയസ്സുള്ള പക്വതയുള്ള ഇരുത്തം വന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാൻ സ്കില്ലുള്ള അഭിഭാഷകനായ ഒരു കുടിയേറ്റ കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്ന് കണ്ണൂർ പോലെയുള്ള ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പഴയ DCC പ്രസിഡന്റായിരുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഈ വ്യാളി സംഘത്തിൽ പോയി പെട്ടുപോയത് കാണുമ്പോൾ സങ്കടമാകും. സത്യത്തിൽ അദ്ദേഹം ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നില്ല. സത്യത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആരും വരേണ്ടതില്ല. ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കേണ്ടത് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ശബരിമലയിലെ ആ പോക്കും ആ സംഭവങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും ഒക്കെയാണ് ഇത്ര വലിയൊരു മാസ്മരിക വിജയത്തിലേക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തിയെന്നല്ല, UDF തന്നെ അത്ഭുതപ്പെടുത്തിയ CPM ഞെട്ടിച്ച എല്ലാവരെയും ഞെട്ടിച്ച ഒരു വിജയത്തിലേക്ക് എത്തിയത്.